ഒരാൾ നമ്മളോട് നീ എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്നെ വിളിച്ചോ എന്ന് പറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന കോൺഫിഡൻസ് എത്ര വലുതായിരിക്കും. എസ്പെഷ്യലി പവർഫുൾ ആയിട്ടുള്ള ഒരാളാണത് പറയുന്നതെങ്കിലോ. എന്നാൽ എല്ലാ കഴിവുകളുടെയും ഉടമയായ സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് പറയുകയാണ്, ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ, ഞാൻ ഉത്തരം നൽകിക്കൊള്ളാമെന്ന്. ഇത് ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കുന്ന കോൺഫിഡൻസ് ചെറുതൊന്നുമല്ല. സമാനമായ മറ്റു പല ആയത്തുകളും വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. അള്ളാഹു പ്രവാചകനോട് പറയുന്നു, നബിയെ, എന്നെക്കുറിച്ച് അവർ താങ്കളോട് ചോദിച്ചാൽ താങ്കൾ അവരോട് പറയണം, ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅാൻ, ഞാൻ അവരുടെ തൊട്ട് സമീപത്ത് തന്നെയുണ്ട്. അവരെന്നോട് ചോദിച്ചാൽ തീർച്ചയായും ഞാൻ അവർക്ക് ഉത്തരം നൽകുക തന്നെ ചെയ്യും. ഇത് തന്നെയാണ് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആത്മധൈര്യവും അവൻ്റെ കോൺഫിഡൻസും. ഈ ഒരു ആത്മധൈര്യം ഊട്ടിയുറപ്പിക്കാനാണ് പഴയ കാലത്ത് നമ്മുടെ കാരണവന്മാർ ചില ദിക്റുകൾ പതിവായി ചൊല്ലിയിരുന്നത്. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. അല്ലാഹു ഹാദിറാണ്, അല്ലാഹു എന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. അല്ലാഹു എൻ്റെ എല്ലാ കാര്യത്തിലും സാക്ഷിയാണ്. അല്ലാഹു മഈ, അല്ലാഹു എന്നോടൊപ്പമുണ്ട്. നമ്മുടെയൊക്കെ ധൈര്യം ചോർന്നു പോകാനുള്ള പ്രധാനപ്പെട്ട കാരണവും ഈ ദിക്റുകളും റാത്തീബുകളുമൊക്കെ നമ്മുടെ വീടിൻ്റെ പടിയിറങ്ങിയത് തന്നെയാണ്.